വെൽക്കം ടു അന്നാസ് യൂട്യൂബ് ചാനൽ. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. ഇതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നാരങ്ങ വേണം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം, ഒരു 4 കഷ്ണം ചെറിയ ഉള്ളി നമ്മൾ തൊലി കളഞ്ഞെടുക്കണം, ഒരു 5-6 കാന്താരിമുളക് നമ്മൾ ഇടുന്നുണ്ട്, അതുപോലെ കറിവേപ്പില വേണം. ഫസ്റ്റ് നമുക്ക് ഈ നാരങ്ങ നന്നായിട്ട് കട്ട് ചെയ്ത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടാവേ. തോട് കൂട്ടി തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്തിടുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നാരങ്ങ വെള്ളം കുടിക്കണം. വെച്ചുകൊണ്ടിരുന്നാൽ അത് കഴിച്ചു പോകും. അങ്ങനെ നമുക്ക് വളരെ പെട്ടെന്ന്, ഇപ്പോൾ ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അടിച്ചു കൊടുക്കാൻ പറ്റും. പെട്ടെന്ന് കുടിക്കുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുമേ. അപ്പോൾ നാരങ്ങ നമ്മൾ നന്നായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 4 ചെറിയ ഉള്ളിയാണ് നമ്മളിതിലേക്ക് ഇടുന്നത്. തൊലി കളഞ്ഞ് വൃത്തിയായിട്ട് കഴുകി വെച്ച ചെറിയ ഉള്ളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നമ്മൾ ആ നാരങ്ങ അടിക്കുന്നതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ ആ ഉള്ളി നന്നായിട്ട് അതിനകത്തോട്ട് മുറിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ നാരങ്ങയും ഉള്ളിയും നമ്മൾ ഇട്ട് കൊടുത്തു. അടുത്തത് നമുക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചിയൊക്കെ നമ്മൾ ശരിക്കും കുടിക്കുന്നതും അപ്പോൾ നമ്മുടെ ദഹനത്തിനും ഒക്കെ വളരെ നല്ലതാണ് ഇഞ്ചിയുടെ ഒരു ചെറിയ കഷ്ണമൊക്കെ എപ്പോഴും ഇടുന്നത്. അപ്പോൾ ഇഞ്ചി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളതിലേക്ക് കുറച്ച് കാന്താരിമുളക്, ഒരു എരിവിന് വേണ്ടി കുറച്ച് കാന്താരിമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അതും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നമുക്കതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. കുറച്ച് കറിവേപ്പിലയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 1/2 സ്പൂൺ ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പിട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ. ഇനി നമ്മൾ അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോൾ ഏകദേശം നമ്മുടെ നാരങ്ങയും ഇഞ്ചിയും ഉള്ളിയും കാന്താരിമുളകും ഉപ്പും എല്ലാം കൂടെ ചേർന്ന് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളത് ബാക്കി വെള്ളത്തിലേക്ക്, നമുക്ക് എന്തേലും വെള്ളമാണോ വേണ്ട അത്രയും വെള്ളത്തിലേക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ 1 സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ. ആ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് നേരം നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മിക്സ് ചെയ്യുന്നതിലും ഉണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നാരങ്ങയും ഇഞ്ചിയും നമ്മുടെ കാന്താരിമുളകും ഉപ്പും എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മധുരവും എല്ലാം ഒന്ന് സെറ്റായിട്ട് കിട്ടണം. മധുരം നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇനി കുറച്ച് മധുരം കൂടി വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വളരെ പെട്ടെന്ന് നമുക്ക് വീട്ടിലൊക്കെ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് അവർക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി സൂപ്പർ നാരങ്ങ വെള്ളത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഇതുപോലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല അടിപൊളി ടേസ്റ്റി നാരങ്ങ വെള്ളമാണ്. വീട്ടിലൊക്കെ നമുക്ക് ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാൽ തന്നെ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു സമ്മർ ഡ്രിങ്കാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് അന്നാസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.